സാമാന്യ ബുദ്ധി പോലും ഇല്ലാതിരുന്ന കാളിദാസന് വിദ്യാരംഭം ഭഗവതിയിൽ നിന്ന് നേരിട്ട് ലഭിച്ച കഥ. അറിവോ വിവേകമോ തീരെയില്ലാത്ത വിറകുവെട്ടുകാരൻ രുദ്രനെ പണ്ഡിതയായ ഒരു യുവതി യാദൃശ്ചികമായി വിവാഹം ചെയ്തു. അധികം താമസിയാതെ രുദ്രന് സാമാന്യ ബുദ്ധി പോലും ഇല്ലെന്ന് മനസ്സിലാക്കി വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നാണ് കഥ. അങ്ങനെ നിരാശനായി അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നതിനിടയിൽ ഒരു വൃദ്ധയുടെ ഉപദേശമനുസരിച്ച് തൊട്ടടുത്ത ഉജ്ജയിനിയിലെ മഹാകാളി ക്ഷേത്രത്തിൽ കാളിയാമത്തിൽ എത്തിച്ചേർന്നു. തത്സമയം രാത്രി മഹാകാളി ദേശാടനത്തിനായി പുറത്തു പോയിരുന്നതിനാൽ രുദ്രൻ അകത്ത് കയറി വാതിലടച്ചു. തിരിച്ചു വന്ന കാളി അകത്താര് എന്ന് ചോദിച്ചപ്പോൾ രുദ്രൻ പുറത്താര് എന്ന് മറുചോദ്യം ഉന്നയിച്ചു. പുറത്ത് കാളിയെന്ന് പറഞ്ഞപ്പോൾ അകത്ത് ദാസനെന്ന് രുദ്രനും മറുപടി നൽകി. കാളിദാസന്റെ ബുദ്ധിശൂന്യതയും നിഷ്കളങ്കതയും തിരിച്ചറിഞ്ഞ സാക്ഷാൽ മഹാവിദ്യയായ ഭഗവതി പുറത്തേക്ക് വന്ന് നാക്ക് നീട്ടാൻ ആവശ്യപ്പെടുകയും അപ്രകാരം ചെയ്ത കാളിദാസന് അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകുകയും ചെയ്തു. വിദ്യാരംഭം ഭഗവതിയിൽ നിന്ന് നേരിട്ട് ലഭിച്ചതിനാലാണ് കാളിദാസന്റെ കവിതകൾക്ക് ഇത്ര മഹത്വം വന്നതെന്നാണ് വിശ്വാസം. പണ്ഡിതനായി തീർന്ന കാളിദാസൻ തിരിച്ച് ഗൃഹത്തിലെത്തിയപ്പോൾ പത്നി അസ്തി കശ്ചിത് വാഗാർത്ത, അതായത് പ്രത്യക്ഷമായ ജ്ഞാനം അങ്ങേക്ക് കൈവന്നിട്ടുണ്ടോ എന്നന്വേഷിച്ചു. പത്നിയോടുള്ള ബഹുമാനം ഇദ്ദേഹം തൻ്റെ 3 കൃതികളുടെ ആരംഭത്തിൽ പ്രദർശിപ്പിച്ചു. കുമാരസംഭവം അസ്ഥി എന്ന പദത്തോടെയും മേഘസന്ദേശം കശ്ചിത് എന്ന പദപ്രയോഗത്തോടെയും രഘുവംശം വാഗാർത്ത എന്ന പദപ്രയോഗത്തോടെയും ആരംഭിക്കുന്നു.